അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തിയൂരുള്ള നസീറ മുജീബ് ദമ്പതികളുടെ ഇരുനിലയിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ട് യൂട്യൂബിന് ഓട്ടോമാറ്റിക്കലി ഇത് ആവശ്യക്കാർക്ക് എത്തിക്കൂട്ടാ. അപ്പോൾ അത് വലിയൊരു സഹായമല്ലേ, എല്ലാവരും ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ളോഗ്സ്. ഏകദേശം 4.5 സെന്റ് സ്ഥലത്താണ് കേട്ടോ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വീട് ആകെ മൊത്തം 1530 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ മുകളിലായിട്ടും താഴ്ഭാഗത്തൊക്കെ ഷോവാള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കൂടാതെ പില്ലേഴ്സിലായാലും ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മളിതേ കയറി വരുമ്പോഴേ എത്തുന്നത് ഇവിടുത്തെ കാർപോച്ചിൽക്കാണ്. ഏകദേശം 270-272 സൈസിലാണ് കേട്ടോ ഈ കാർപോച്ച് വരുന്നത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഇടതുവശത്തായിട്ടുള്ള ആ ഒരു വോളിലായിട്ട് ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടില്ലേ, അതിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. 180-272 സൈസിലാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിലും ആ ഗ്രേ കളർ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ആ വശത്തായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന മാർബിൾ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ കാര്യമായിട്ട് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെയർ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു വശത്ത് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ ഡോർ വന്നിട്ടാണെങ്കിലോ നല്ല അടിപൊളി ഡിസൈനിലൊക്കെയാണ് വരുന്നത്. വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടാ. 2 സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഡോറിന് മുകളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു അറബിക് കാലിഗ്രാഫി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗിലെ ഡിസൈൻ വന്നിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. കൂടാതെ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒരു ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പോയി നോക്കല്ലേ. അകത്തേക്ക് വന്നാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വന്നിട്ട്. (472-330) സൈസിലാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സീറ്റർ ചെയർ ലിവിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വുഡിന്റെ 3 സീറ്റർ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി അതിനടുത്തായിട്ട് തന്നെ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. ടേബിൾ ടോപ്പിൽ ഗ്ലാസ് വന്നിട്ടും അടിപൊളി തന്നെയാണ്. ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഒരു നോർമൽ ചെയർ ആണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ഹോളിലെ ഷോവാളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോയിഷ് കളറിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ ഹോളിലെ സീലിംഗിൽ നോക്കിയാലും നല്ല മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കളറിലെ ഡിസൈൻ വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ വാമിലും ബ്ലൂയിലും ഒക്കെ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ മറ്റ് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിട്ടാണ് കേട്ടോ സ്റ്റെയർ വരുന്നത്. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈനിങ്. കൂടാതെ 2 വശത്തായിട്ട് നല്ല ഭംഗിയിൽ തന്നെ 2 ഓപ്പൺ ഷെൽഫ് കൊടുക്കുന്നുണ്ട്. നടുക്കായിട്ട് തന്നെ ഒരു സർക്കിൾ മിററും. കൂടാതെ നമ്മുടെ വാഷ് ബേസിന് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് 2 കബോർഡും വരുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ 2 ബെഡ്റൂം താഴെ 2 ബെഡ്റൂം മുകളിലായിട്ടാണ്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ സ്റ്റെയർ ബോർഡൊക്കെ ചേർന്ന് വാഷ്
തന്നെ നമ്മുടെ വാഷ് ബേസിന്റെ ഒക്കെ അടുത്തുള്ള ആ ബെഡ്റൂം നോക്കാട്ടാ. 300x300 സൈസിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ വരുന്നത്. ഈ റൂമിലെ ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ ഈ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയില്ലേ ആ ഒരു വോളിൽ നിന്നാണ് സീലിംഗിലേക്ക് പോകുന്ന തരത്തിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെയിന്റിങ്ങിലാണ് കേട്ടോ ഇവിടെ സീലിംഗ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡിൽ പെയിന്റിങ് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ടൈലും വൈറ്റ് ടൈലും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. 130-180 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഡോറിന് മുകളിലായിട്ട് തന്നെ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂം നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് 300x300 സൈസിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത നമ്മുടെ ഈ ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. അവിടുന്ന് ഈ ഒരു ഭാഗത്തെ വോളായിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു കുഞ്ഞു വാൾഡ്രോബ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ റൂമിലെ ഷോ വാൾ വന്നിട്ട്. ഈ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ വോളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ വാൾ പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുത്തെ സീലിംഗിലെ വർക്ക് നോക്കിയാലും നല്ല ഭംഗിയിൽ തന്നെ ഈ റൂമിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹോളിലെ കോമൺ ബാത്റൂം നോക്കാം. ഏകദേശം 210-130 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഒരു ബ്രൗൺ കളറിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഇറ്റാലിയൻ ടൈലും വൈറ്റ് ടൈലും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഒരു വശത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. കിച്ചന്റെ ഡോർ വന്നിട്ട് വുഡൻ ഗ്ലാസ് ഡിസൈനിലൊക്കെയാണ് കേട്ടോ വരുന്നത്. 472-270 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വർക്ക് ഏരിയയും കിച്ചണും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ റാക്കിന്റെ എൻഡിലായിട്ടാണ് സിങ്ക് വരുന്നത്. അത്യാവശ്യം വലിയൊരു സിങ്ക് തന്നെയാണ് കേട്ടോ. ഈ റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലോവർ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഓരോ ക്യാബിനും ചെയ്തിട്ടുള്ളത്. താഴെ മാത്രമല്ല കേട്ടോ മുകളിലായിട്ടും ഇതുപോലെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഒരു ഭാഗത്ത് നോക്കിയാൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സിങ്കിന് മുകളിലായിട്ടും കബോർഡ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഈ ഒരു വശത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് മുകളിലായിട്ടും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. താഴ്ഭാഗത്ത് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഭാഗത്തേക്കും ഒരു മിനി റാക്ക് വരുന്നുണ്ട്. അതിന്റെ താഴ്ഭാഗത്തും കബോർഡ് ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടും വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിച്ചൺ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് തിരിച്ച് ഹാളിലേക്ക് തന്നെ പോയിട്ട് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നമ്മുടെ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റീലും ടഫൻ ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹാൻഡ് റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സ്റ്റെയർ ഒക്കെ വന്നിട്ട് നോക്കിയാൽ മാർബിളും ഗ്രാനൈറ്റും കൂടി കൂടിയിട്ടാണ് കേട്ടോ സ്റ്റെയറിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ സ്റ്റെയറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ എഡ്ജിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു വോളിലായിട്ട് തന്നെ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഫ്രെയിംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ സ്റ്റെയർ ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് നല്ല ഭംഗിയിൽ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ പ്രൊഫൈൽ ആയിട്ട് വെച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ
ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് 925 സ്ക്വയർ ഫീറ്റും ഇവിടെ മുകൾ ഭാഗം വന്നിട്ട് 605 സ്ക്വയർ ഫീറ്റും ആണ് കേട്ടാ. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു ഹോള് വരുന്നുണ്ട്. ഹോളിലായിട്ട് ഒരു മേശ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ 2 ബെഡ്റൂമും ബാൽക്കണിയും ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ സീലിംഗിലെ ഡിസൈൻ നോക്കുകയാണെങ്കിലും വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ബാത്റൂം നോക്കാട്ടാ. 210-130 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ ടൈലും വൈറ്റ് ടൈലും കൂടി കൂടിയിട്ടാണ് ടൈൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കോർണറിലായിട്ട് തന്നെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോണി കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് ഇത്. 300-300 സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന കോട്ടാണേ. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ടാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വോളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു പെയിന്റിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടാ. അവിടുന്ന് ഇതേ നമ്മുടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയോ ഇവിടെ സീലിംഗിലെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ആ ഉള്ളിലായിട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ. അവിടുന്ന് ഈ ഒരു വോളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കബോർഡിനുള്ള സ്പേസ് കൊടുത്തിട്ടാണ്. ഇനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇത് വന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട 3 ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു വലിയ ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു കോട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ വൈറ്റ് ബ്രൗൺ ഒക്കെ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ ആ ഒരു ഡിസൈൻ നമ്മുടെ സീലിംഗിലേക്ക് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ കളേഴ്സും മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇനി അവിടെ ഒരു വശത്തായിട്ട് ഒരു വിൻഡോയും ഒരു വശത്തായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ബാത്റൂമിനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. ഈ കാണുന്ന വശത്തായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സൈഡിലായിട്ട് തന്നെ വാഷ് ബേസിനും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവസാനമായിട്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ഏകദേശം 180-272 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ബാൽക്കണി വരുന്നത്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബാൽക്കണി തന്നെയാണ്. ഇവിടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ GI പൈപ്പ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊരു വുഡൻ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ വുഡ് ആണെന്നേ കാണുമ്പോൾ തോന്നുള്ളൂ കേട്ടോ. എക്സ്റ്റീരിയർ ലുക്കിനെ വളരെ മനോഹരമാക്കുന്ന രീതിയിലാണ് ഈ സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ.